അപ്പൊ കേസ് നമ്മൾ വർക്കും കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ കാര്യം അറിഞ്ഞോ പഴശ്ശിരാജിന്റെ ഒരു തുരങ്കുണ്ട്. അപ്പൊ അതും കൂടി കണ്ടിട്ട് വീട്ടിൽ പോകാന്ന് നമ്മളും കരുതി. ഇതിന്റെ ലൊക്കേഷൻ തന്നെ നമ്മളെ വയനാട്ടിൽ നിന്ന് ഗൂഡല്ലൂർ റോട്ടിലാട്ടോ അത് ലൊക്കേഷൻ. കുറെ ആയി ന്യൂസിലും യൂട്യൂബിലും ഒക്കെ ഇത് കാണലെടുത്തിട്ട് അപ്പൊ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്നാണ് സാധിച്ചത്. ഈ തുരങ്കം എന്ന് പറയുമ്പോൾ നീലഗിരിന്ന് നിലമ്പൂരിലോട്ടോ ഈ തുരങ്കത്തിന്റെ നീളം. ഈ ഫാക്ടറിന്റെ പ്രോപ്പർട്ടിയിലാണ് ഈ തുരങ്കം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറി പെർമിഷൻ എടുത്തിട്ട് വേണം നമുക്ക് തുരങ്കം കാണാം. ഈ കേവ് കാണാൻ വരുന്നോല് ഈ ഫാക്ടറിന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം ആ കേവ് കാണാൻ പോകാൻ. പെർമിഷൻ തരുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഫാക്ടറിയും കാണാം, ആ കേവും കാണാം. അപ്പോൾ എന്തായാലും പെർമിഷൻ എടുത്തിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ കയറി പെർമിഷനൊക്കെ എടുത്ത് ആദ്യം കയറി ചെന്നത് ഫാക്ടറിയിലാട്ടോ. ഇതിന് പെർമിഷൻ എടുത്താൽ നമുക്ക് ഫാക്ടറിയും ചുറ്റി കാണാം. അങ്ങനെ പ്രത്യേകം കൂടി ഉണ്ട്. നമ്മൾ ഫാക്ടറി ചുറ്റിക്കണ്ട് നേരെ തുരങ്കം കാണാൻ കേട്ടോ പോയത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പഴശ്ശിരാജ നിർമ്മിച്ച ഒരു തുരങ്കാണ്. അപ്പൊ ചേച്ചി ഇത് എത്ര വർഷമായി ഇത് കണ്ടുപിടിച്ചിട്ട്? ഇത് 1 വർഷമായി നമ്മൾ ഇത് ഇങ്ങനെയുള്ള ഒരു ഗുഹയാണെന്ന് കണ്ടുപിടിച്ചിട്ട്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? അകത്തേക്ക് എത്ര കിലോമീറ്റർ? അകത്തേക്ക് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ആണ്. 2.5 കിലോമീറ്റർ ആണ്. അതിന് പോയി നോക്കിയിട്ടുണ്ടോ? 2.5 കിലോമീറ്റർ. ഇപ്പൊ നമുക്ക് ആ ഒരു, അതായത് ഇത് ഗൊറില്ല വാറിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കേവാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അകത്തേക്കൊന്ന് പോയിട്ട് നമ്മള് സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചാണ്ട് പോയാൽ നൊയഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ തന്നിട്ടില്ല, പോയിട്ടില്ല. ഹലോ ഗൈസ്, ഇത് കാണാൻ ആഗ്രഹമുള്ള ലൊക്കേഷൻ വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. കമൻറ്റിൽ ലൊക്കേഷൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടോ. അപ്പോൾ ഓക്കെ.